ഇലക്ഷൻ തിയേറ്ററിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നാം പരിശോധിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ചാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളും LDFന് സ്വന്തമാണ്. പക്ഷേ ആലപ്പുഴയുടെ ഒരു ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് LDFനെ പിന്തുണയ്ക്കുകയും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് UDFന് അനുകൂലമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. KC വേണുഗോപാൽ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ്, AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ തുടർച്ചയായി ജയിച്ചു വരുന്നൊരു മണ്ഡലം കൂടിയായിരുന്നു അത്. ഇക്കുറി പക്ഷേ KC വേണുഗോപാലിന് പകരം ഷാനിമോൾ ഉസ്മാനെയാണ് UDF അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഷാനിമോൾക്ക് എതിരാളിയായി വരുന്നത് AM ആരിഫ് MLA ആണ്. AM ആരിഫ് അരൂരിൽ നിന്നുള്ള ഒരു നിയമസഭാംഗമാണ്. അദ്ദേഹത്തെയാണ് ആലപ്പുഴ പിടിച്ചെടുക്കാൻ LDF നിയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇരുമുന്നണിയിൽ നടത്തിയ പ്രകടനമാണ് നാം പരിശോധിക്കുന്നത്. അവിടുത്തെ പോളിംഗ് 78.47%. വളരെ മികച്ച പോളിംഗാണ് ആലപ്പുഴ മണ്ഡലത്തിലുള്ളത്. ഇനി പാർട്ടി വൈസ് നോക്കുകയാണെങ്കിൽ UDFന് 4,62,525 വോട്ടാണ് അവിടെ ലഭിച്ചത്. 46.31 എന്ന മികച്ച വോട്ടിംഗ് ശതമാനം നേടിക്കൊണ്ടാണ് UDF അവിടെ വിജയിച്ചത്. KC വേണുഗോപാലാണ് അവിടെ നിന്ന് ജയിച്ചത്. LDF ആകട്ടെ 4,43,118 വോട്ട് നേടി. 44.37% അവിടുത്തെ അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ ശതമാനം. NDAക്ക് വളരെ ചെറിയ വോട്ട് മാത്രമേ അവിടെയുള്ളൂ. 43,051 വോട്ട് മാത്രം നേടി. കേരളത്തിലെ മൊത്തം ശരാശരി BJP സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടിനേക്കാൾ വളരെ കുറവാണ് അവിടെ ലഭിച്ചത്. 4.31% വോട്ട് മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് നേടിയത് എന്ന് നമുക്ക് കാണാം. ഇനി 2016 നിയമസഭയിലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരിശോധിക്കേണ്ടത്. അതിനു മുമ്പ് ഭൂരിപക്ഷം UDF നേടിയ ഭൂരിപക്ഷം 19,407 മികച്ച ഭൂരിപക്ഷത്തിലാണ് അവിടെ KC വേണുഗോപാൽ ജയിച്ചത്. ഇനി 2016 നിയമസഭാ ഫലവുമായി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ നേടിയ ലീഡ് കൂടി പരിശോധിക്കുമ്പോഴാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം നമുക്ക് മനസ്സിലാവുക. അരൂർ നോക്കൂ. അരൂരിൽ 963 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ നേടിയത്. പക്ഷേ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ AM ആരിഫ് MLA 38,519 വോട്ടിൻ്റെ മികച്ച ലീഡിനാണ് അരൂരിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നോക്കൂ. അത് അരൂർ എന്ന ഉറച്ച ചുവന്ന കോട്ടയാണ്, LDF കോട്ടയാണ് എന്ന് നമുക്കത് മനസ്സിലാവും. ചേർത്തലയിൽ 1,349 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് KC വേണുഗോപാൽ 2014 നേടിയതെങ്കിൽ 2016 ചേർത്തലയിൽ 7,196 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ LDF സ്ഥാനാർത്ഥിയെ നേടിയത്. ആലപ്പുഴ നോക്കൂ. ആലപ്പുഴ മണ്ഡലത്തിൽ 7,699 വോട്ടിൻ്റെ മികച്ച ലീഡ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ നേടിയെങ്കിൽ അതേ മണ്ഡലത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31,032 വോട്ടിൻ്റെ ലീഡാണ് നേടിയതെന്ന് നോക്കുക. എത്ര മികച്ച ലീഡാണ്. അമ്പലപ്പുഴ നോക്കൂ. അമ്പലപ്പുഴയിൽ മന്ത്രി G സുധാകരൻ്റെ മണ്ഡലമാണത്. 3,237 വോട്ടിന് മാത്രം ഭൂരിപക്ഷം നേടിയ KC വേണുഗോപാൽ പക്ഷേ 2016 LDF നേടിയത് 22,621 വോട്ടിൻ്റെ ലീഡാണ്. ഇനി മറ്റ് മണ്ഡലങ്ങൾ കൂടി പരിശോധിക്കാം. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. ഹരിപ്പാട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,865 വോട്ടിൻ്റെ ലീഡ് നേടിയപ്പോൾ അവിടെ 18,622 വോട്ടിൻ്റെ ലീഡിനാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ ജയിച്ചത്. കായംകുളം 703 വോട്ടിൻ്റെ ലീഡ് അവിടെ UDFനുണ്ടായിരുന്നു. പക്ഷേ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,857 വോട്ടിൻ്റെ ലീഡാണ് അവിടെ LDF സ്ഥാനാർത്ഥി നേടിയത്. കരുനാഗപ്പള്ളി നോക്കൂ. കരുനാഗപ്പള്ളി 3,286 വോട്ടിൻ്റെ ലീഡ് KC വേണുഗോപാൽ നേടിയപ്പോൾ 2016 അവിടുത്തെ LDF സ്ഥാനാർത്ഥി 1,759 വോട്ടിൻ്റെ ലീഡിനാണ് അവിടെ ജയിച്ചത്. ഷാനിമോൾ ഉസ്മാന് ഒരു ഉറച്ച സീറ്റ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ അവിടെ UDFൻ്റെ വിജയം ആവർത്തിക്കുമെന്ന് കൂടി കാണേണ്ടതുണ്ട്. അതായത് നമുക്ക് ആ മുന്നണികളുടെ പ്രതീക്ഷ എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വളരെ മികച്ച പോരാട്ടം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലെ ഇരു മുന്നണികളുടെയും പ്രതീക്ഷകൾ. കേന്ദ്രത്തിൽ BJPയോടുള്ള ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ്, സംസ്ഥാന സർക്കാരിനോടും CPMനോടുമുള്ള ജനങ്ങളുടെ വെറുപ്പ്, 10 വർഷക്കാലമായി MP എന്ന നിലയിൽ ശ്രീ KC വേണുഗോപാൽ പാർലമെൻറ്റിൽ നടത്തിയ മികച്ച ഇടപെടലും വികസന പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂല ഘടകമാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെ വിപുലമായ രാഷ്ട്രീയ പ്രവർത്തന, സാമൂഹ്യ പ്രവർത്തന പാരമ്പര്യം, കേരളത്തിലെ മുൻനിര നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് ആലപ്പുഴ പാർലമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യാൻ ഏറ്റവും അർഹയായ സ്ഥാനാർത്ഥി. ഇത്തവണ ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് ന്യൂനപക്ഷം വലിയ രൂപത്തിലേക്കുള്ള പിന്തുണയാണ് വരുന്നത്. മുൻകാലങ്ങളിൽ കുറച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈഴവ വോട്ടുകളും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗങ്ങളുടെ വോട്ടും ഇത്തവണ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ വോട്ടും ഈ തിരിച്ചു വരുന്ന വോട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിരുന്ന നേട്ടങ്ങളും ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ടുള്ള ന്യൂനപക്ഷ വോട്ടും ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആലപ്പുഴ മണ്ഡലത്തിൽ. ഇനി നാം ആ മണ്ഡലത്തിൽ നടക്കുന്ന അവസാനവട്ട പ്രചാരണത്തിൽ ഈ പ്രചാരണം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഏത് മുന്നണിക്കാണ് മുൻതൂക്കം, ആർക്കാണ് സാധ്യത, ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് എന്താണ്, അടിയൊഴുക്കുകൾ എന്താണ് എന്നിവ വിശകലനം ചെയ്യുകയാണ്
മാധ്യമപ്രവർത്തകൻ രാജ്മോഹൻ. എം ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് LDF ക്യാമ്പുകൾ വളരെ സജീവമായി ആലപ്പുഴ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ കടന്നു വന്നത്. മാധ്യമങ്ങൾ നടത്തിയ സർവേ ഇതിനെ ഏറ്റവും കൗതുകരമായ സംഭവം ആലപ്പുഴ പട്ടണത്തിനോട് ചേർന്ന് തന്നെയുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശത്താണ് എം ആരിഫും ഷാനിമോൾ ഉസ്മാനും താമസിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ തന്നെ രണ്ടു പേർക്കും വ്യക്തിപരമായിട്ടുള്ള ധാരാളം വോട്ടുകൾ ഉണ്ടാകും. ഇതിനു അപ്പുറം കുടുംബ ബന്ധങ്ങൾ തികഞ്ഞു പോവുകയാണെങ്കിൽ രണ്ടു പേർക്കും മണ്ഡലം ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽപ്പെട്ട കരുനാഗപ്പള്ളിയിലും ധാരാളം വേരുകളുണ്ട്. പ്രചാരണം പിടിച്ചിരിക്കുന്ന മൂർധന്യതയിലെത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ അടിയൊഴുക്കുകൾ എന്താണ്, ആർക്ക് അനുകൂലമാണ് ട്രെൻഡ് എന്ന് വിലയിരുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി എബി. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ കുറേ നാളുകളായി UDF അടക്കി മാണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. ഇത്തവണ അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് LDF രംഗത്ത് വന്നത്. അരൂരിലെ MLA ആയിട്ടുള്ള ആരിഫിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിൽ ആലപ്പുഴ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി LDF രംഗത്തേക്ക് വരുന്നത്. പ്രചാരണ രംഗത്ത് വളരെ മുന്നിലേക്ക് എത്തുവാൻ LDFന് സാധിച്ചിരുന്നു ആദ്യഘട്ടങ്ങളിൽ. ഇപ്പോൾ ഇത് 3ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്ഥിതികളെല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്തോടുകൂടി തന്നെ കളം ആകെ മാറുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരിക്കുന്നു. വലിയ തോതിലുള്ള സ്വീകരണമാണ് എല്ലാ ഇടങ്ങളിലും ഈ ഇരു സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ഏതാണ്ട് ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു LDFന് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അതേ നാണയത്തെ തന്നെ തിരിച്ചു നൽകുക അല്ലെങ്കിൽ തിരിച്ചടി നൽകുക എന്നതായിരുന്നു UDFന്റെ ആ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടായ കാര്യം. ഷാനിമോൾ ഉസ്മാനെയും അത്തരത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ വളരെ നാൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അത്തരത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത അവർക്ക് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് UDFന് പ്രത്യേകമായിട്ടും ഉണ്ടായിരിക്കുന്നത്. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ PSC ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള ഒരു നേട്ടമായിട്ട് തന്നെ തങ്ങൾ NDA വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിലൂടെ കൂടുതൽ വോട്ടുകൾ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ NDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും സാമുദായിക സമവാക്യങ്ങളെല്ലാം തന്നെ ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. കൃത്യമായ രീതിയിൽ ഈഴവ വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം. ഒപ്പം തന്നെ അതിന് തൊട്ടുപിറകിലായി 19% വരുന്ന മുസ്ലിം വോട്ടുകൾ, ഒപ്പം നായർ വോട്ടുകളും ലത്തീൻ കത്തോലിക്ക വോട്ടുകളും കൃത്യമായ രീതിയിൽ 15-10% കണക്കിൽ ആലപ്പുഴയിൽ വിലയിരുത്തപ്പെടുന്നു. ഇതെല്ലാം 3 മുന്നണികളും സജീവമായി തന്നെ രംഗത്ത് വരുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ അവസാന ഈ പ്രചാരണ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കോയമ്പത്തൂർ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി. കോയമ്പത്തൂർ മണ്ഡലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. വളരെ പെട്ടെന്ന് മടങ്ങി വരാം.